Hi friends, welcome back. ഇതാണ് സാംസങ്ങിന്റെ Z Fold 5. ഈ ഫോണിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതായത് വെറുതെ ഒരു അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ ചെയ്തു പോകുന്നതിന് പകരം എന്താണ് ഈ ഫോൺ, ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചാൽ അത് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കില്ലേ. സോ അതുകൊണ്ടാണ് വീഡിയോ ഞാൻ ആ ഒരു രീതിയിലേക്ക് ഒന്ന് മാറ്റി ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിക്കാൻ കാരണം വേറെ ഒന്നുമല്ല, ഇതൊരു ടോപ്പ് എൻഡ് സംഗതിയാണ്. എല്ലാതരം ആവശ്യങ്ങൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന വളരെ കോമ്പാക്റ്റ് ആയ ഒരു സംഗതിയാണ്. ഇതിൻ്റെ ഫീച്ചേഴ്സ് മനസ്സിലാക്കി കഴിയുമ്പോൾ ഒരുപക്ഷെ നിങ്ങളും അടുത്തൊരു ഫോൺ ഫോൾഡ് ആയിരിക്കണമെന്ന് ആഗ്രഹിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഫീച്ചേഴ്സിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ ഫോണിനെ ചെറുതായിട്ടൊന്ന് പരിചയപ്പെടുത്താം, അത് കഴിഞ്ഞിട്ട് ഫീച്ചർ പറയാം. ഒരു ഫോണിനെ കുറിച്ച് അറിഞ്ഞിട്ട് വേണ്ടേ അതിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് അറിയാം. സോ ഈ കാണുന്നതാണ് ഫോൾഡ് 5. ഇതിൻ്റെ സൈഡൊക്കെ നോക്കിയാൽ പുതിയ തരത്തിലുള്ളൊരു ഹിഞ്ച്, ഫ്ലെക്സ് ഹിഞ്ച് മെക്കാനിസമാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പഴയ വെർഷനെ അപേക്ഷിച്ച് ഗ്യാപ്പ് ഒന്നും ഇല്ലാതെ ഗ്യാപ്ലെസ് ഡിസൈനാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ കൈ പിടിക്കാനും ഉപയോഗിക്കാനും ഒക്കെ വളരെ കംഫർട്ടബിൾ ആണ്. ലൈറ്റ് വെയിറ്റ് ആണ്, സ്ലിം ആണ്. IP68 വാട്ടർ റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. 253 ഗ്രാമാണ് ഇതിന്റെ ടോട്ടൽ വെയിറ്റ് വരുന്നുള്ളൂ. ഒരു ഫോൾഡ് ഫോണിൽ അത് ഡീസന്റ് വെയിറ്റും കാര്യങ്ങളൊക്കെയാണ്. മെയിൻ ഡിസ്പ്ലേ അൾട്രാ തിൻ ഗ്ലാസ് ആണ് ഇവർ ഉപയോഗിക്കുന്നത്. അതുപോലെ ഫ്രണ്ടിലും ബാക്കിലും ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2 തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. ഫ്രെയിമും ഇതിന്റെ ഹിഞ്ച് കവറും ഒക്കെ എയർക്രാഫ്റ്റ് ഗ്രേഡ് സ്ട്രെങ്ത് ഉള്ള ആർമർ അലുമിനിയം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സോ സ്ട്രോങ് ആണ്, വാട്ടർ റെസിസ്റ്റന്റ് ആണ്, ഡ്യൂറബിൾ ആണ്, ഒരു വിഷയവുമില്ല, ലൈറ്റ് വെയിറ്റ് ആൻഡ് കംഫർട്ടബിളും ആണ്. സോ ഫോണിനെ പരിചയപ്പെട്ടല്ലോ, ഇനി നമുക്ക് ഇതിന്റെ ഓരോരോ ഫീച്ചേഴ്സ് ആയിട്ട് നോക്കാം. ഇതിന്റെ ഫീച്ചേഴ്സിലേക്ക് വരുമ്പോൾ ഇതിന്റെ ഡിസ്പ്ലേകളിലാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. സോ ആ ഡിസ്പ്ലേ നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നമുക്ക് 6.2 ഇഞ്ച് വരുന്ന HD+ ഡൈനാമിക് AMOLED 2X ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. മെയിൻ സ്ക്രീൻ 7.6 ഇഞ്ച് വരുന്ന ഡൈനാമിക് AMOLED 2X ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇൻഫിനിറ്റി ഫ്ലെക്സ് ഡിസ്പ്ലേ എന്നൊക്കെ അവർ പറയുന്നു. 120 ഹെർട്സിന്റെ അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റും 1750 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ഒക്കെ വരുന്നുണ്ട്. വിസിബിലിറ്റിക്കൊന്നും ഒരു വിഷയമില്ല, എവിടെ നിന്നിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം. ഈ ഡിസ്പ്ലേകളിലാണ് നമ്മൾ ഈ പറയുന്ന എല്ലാ ഫീച്ചേഴ്സും ഒതുക്കിയിരിക്കുന്നത്. ആദ്യത്തെ കാര്യം ഇതിന്റെ ഫ്ലെക്സ് മോഡ്. നോർമലി നമുക്ക് വീഡിയോ കാണാൻ ഫോണാണെങ്കിലും ടാബ് ആണെങ്കിലും കയ്യിൽ പിടിക്കണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ചാരി വെക്കണം. ബട്ട് ഇതിൽ ഈസി ആയിട്ടൊന്ന് മടക്കി കൊടുത്താൽ ഫ്ലെക്സ് മോഡിൽ ഇതുപോലെ മനോഹരമായിട്ട് എവിടെ വേണമെങ്കിലും ഇരുന്നുകൊണ്ട് അനായാസം നമുക്ക് വീഡിയോസ് കാണാൻ സാധിക്കും. സോ അത് ഒരു ഫീച്ചർ. പക്ഷേ ഇത് ജസ്റ്റ് വീഡിയോ കാണുക എന്നുള്ള സംഗതിയിൽ അവസാനിക്കുന്നില്ല. ഇതിന്റെ കാര്യം താഴെ ഒരു വേഴ്സറ്റൈൽ പാനൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ആ ഒരു താഴത്തെ ഏരിയ മൊത്തം ഒരു കൺട്രോൾ സെറ്റപ്പ് ആയിട്ട് മാറുകയാണ്. ഈ ഡിസ്പ്ലേയിൽ കാണുന്ന വീഡിയോയുടെ ഫുൾ ആയിട്ടുള്ള കൺട്രോൾ ഡിസ്പ്ലേയിൽ ടച്ച് ചെയ്യാതെ തന്നെ നമുക്ക് താഴെ ഇതിൻ്റെ വീഡിയോ മൊത്തമായിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇനി ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമില്ല, നിങ്ങൾക്ക് ഒരു മൗസ് പാഡൊക്കെ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ മൗസ് പോയിന്ററൊക്കെ വെച്ച് കമ്പ്യൂട്ടർ കൺട്രോൾ ചെയ്യുന്ന പോലെ കൺട്രോൾ ചെയ്യണമെങ്കിൽ അവിടെ ടച്ച് പാഡിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ ഒരു ടച്ച് പാഡ് വരും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് കമ്പ്യൂട്ടറിൽ ബ്രൗസ് ചെയ്യുന്ന പോലെ മൗസ് പോയിന്ററൊക്കെ ഉപയോഗിച്ച് ഈസി ആയിട്ട് ഡ്രാഗ് ചെയ്തൊക്കെ വർക്ക് ചെയ്യാൻ സാധിക്കും. ഇനി അതല്ല, ഈ ടച്ച് പാഡിൽ നമുക്ക് ജസ്റ്റർ കൺട്രോളുകളുണ്ട്, എല്ലാ തരത്തിലുള്ള ജസ്റ്ററുകളും. നോർമലി സിംഗിൾ ടാപ്പ് പൗസ് പ്ലേ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. 2 വിരൽ കൊണ്ടാണ് നമ്മൾ മൂവ് ചെയ്യുന്നതെങ്കിൽ ഫോർവേഡ് ബാക്ക്വേഡ്, 3 വിരൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബാക്കോട്ട് പോകാൻ. ഇനി 4 ഫിംഗർ കൊണ്ടാണ് നമ്മൾ ടാപ്പ് ചെയ്യുന്നതെങ്കിൽ ആപ്പ് സ്ക്രീൻ നമ്മുടെ മുമ്പിലേക്ക് വരും. സോ അങ്ങനെ ആപ്പുകൾ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാം. ഈ ടച്ച് പാഡ് എനേബിൾ ചെയ്യുമ്പോഴും നമുക്ക് താഴെ റൈറ്റ് സൈഡിലായിട്ട് മിനി കൺട്രോൾ ഏരിയ കിടക്കുന്നുണ്ട് കേട്ടോ. സോ അവിടെ നിന്ന് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാം. സോ ജസ്റ്റ് ഒരു വീഡിയോ കാണുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയധികം ഫീച്ചേഴ്സ് ഈ ഒരു ഫോണിനകത്ത് വരികയാണ്. ഇതുകൊണ്ടും കഴിഞ്ഞില്ല, ഇപ്പുറത്ത് കാണുന്ന ഈ ഒരു ടാബ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഈ ഒരു വേഴ്സറ്റൈൽ പാനൽ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി അഡ്ജസ്റ്റബിൾ ആണ്. നമുക്ക് അവിടെയുള്ള ഐക്കൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും താഴെയും മുകളിലോട്ടും ഒക്കെ നീക്കി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. അതിനകത്ത് ഒട്ടനവധി ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് സ്പ്ലിറ്റ് വിൻഡോ, നമ്മളിങ്ങനെ സിനിമ കാണുന്നു അല്ലെങ്കിൽ ഈ രീതിയിൽ ഉപയോഗിക്കുമ്പോൾ ഒരു സ്പ്ലിറ്റ് വിൻഡോ മോഡിൽ ഒന്നിലധികം ആപ്പ് ഒരേ സമയം ഓപ്പൺ ചെയ്യണമെങ്കിൽ അവിടെ ഒരു ബട്ടൺ ഉണ്ട്, അതിൽ ടാപ്പ് ചെയ്താൽ ഇതുപോലെ സ്പ്ലിറ്റ് വിൻഡോ വന്നു. ഇനി അതല്ല, ക്വിക്ക് പാനൽ നിങ്ങൾക്ക് ജസ്റ്റർ ഉപയോഗിക്കാണ്ട് ഇവിടെ നിന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ ക്വിക്ക് പാനൽ താഴോട്ട് ഇറങ്ങി വരും. ഇനി സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ അതിനും ജസ്റ്റ് ഈ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ സ്ക്രീൻഷോട്ട് എടുക്കാം. ഇനി ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാനാണെങ്കിൽ അതിൻ്റെ ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. വോളിയം സെറ്റിംഗ്സ് അതും അവിടെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സോ ഒരു വീഡിയോ കാണൽ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്ക് തന്നെ ഇത്രയധികം ഫീച്ചേഴ്സ് ഈ ഒരു ഫോൾഡിംഗ് ഫോണിനകത്ത് അവർ കൊടുത്തിരിക്കുകയാണ്. സോ ഇത് ജസ്റ്റ് ഒരു മീഡിയ കൺസംഷൻ്റെ കാര്യം മാത്രമാണ് പറഞ്ഞത്. ബാക്കി പ്രൊഡക്ടിവിറ്റി ഫീച്ചേഴ്സ് ഒക്കെ എവിടെ വരുന്നു. സ്പ്ലിറ്റ് വിൻഡോ അല്ലെങ്കിൽ മൾട്ടി ടാസ്കിംഗ് എന്ന് പറയുന്ന സംഗതി വേറെ ലെവലിൽ ചെയ്യാം. ഒരു ആപ്പ് ഓക്കെ, രണ്ടാമത്തെ ആപ്പും നമുക്ക് ഓപ്പൺ ചെയ്തിടാം, മൂന്നാമത്തെ ആപ്പും നമുക്ക് ഓപ്പൺ ചെയ്തിടാം. ഇനി വേണമെങ്കിൽ പോപ്പപ്പ് വിൻഡോയിൽ 4ാമതൊരെണ്ണം കൂടി ഓപ്പൺ ചെയ്തിടാം. 4 ആപ്സ് ഒരേ സമയം ഓപ്പൺ ചെയ്ത് വർക്ക് ചെയ്യാൻ സാധിക്കും. പ്ലസ് ഈ ഓരോ ആപ്പിൻ്റെയും സൈസ്, വിൻഡോ സൈസ് നമുക്ക് ക്രമീകരിക്കാനും സാധിക്കും. കംപ്ലീറ്റ്ലി കസ്റ്റമൈസബിൾ ഫോർ മൾട്ടി ടാസ്കിംഗ്. ഇത് മാത്രമല്ല, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഫീച്ചർ. ഗാലറിയിൽ ഫോട്ടോ ക്ലിക്ക് ചെയ്ത് പിടിക്കുന്നു, വലിച്ച് നോട്ട് പാഡിലോട്ട് ഇട്ടാൽ ആ ഫോട്ടോ നോട്ട് പാഡിലേക്ക് വന്നു. ഇനി ഏതെങ്കിലുമൊക്കെ ഒരു വെബ് പേജിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കോപ്പി ചെയ്ത് നിങ്ങളുടെ നോട്ടിലേക്ക് എത്തിക്കണമെങ്കിൽ ഈസി ആയിട്ട് അത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് അടുത്തായിട്ട് നോട്ട് ഓപ്പൺ ചെയ്തിട്ട് അതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ ആ ഒരു ഇമേജ് ആണെങ്കിലും കൃത്യമായിട്ട് കോപ്പിയായി ആ ഒരു നോട്ടിൽ ചെന്നിട്ട് പേസ്റ്റ് ആയിക്കോളും. ഇനി നമ്മളൊരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് മെയിൻ സ്ക്രീനിൽ. ആ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കലേ തന്നെ നമുക്ക് ഈ ഫോൺ മടക്കി കവർ സ്ക്രീനിൽ കാണണമെന്നുണ്ടെങ്കിൽ ആപ്പ് കണ്ടിന്യൂറ്റി ഉണ്ട്, ജസ്റ്റ് ഫോൾഡ് ചെയ്താൽ
പുറമേയുള്ള വിൻഡോയിലേക്ക് ഓട്ടോമാറ്റിക്കലി ആ സിനിമ വന്നോളും. ആപ്പ് കണ്ടിന്യൂറ്റി അതും വരുന്നുണ്ട് ഇതിനകത്ത്. ഇനി ഇതിനുമപ്പുറം ഒരു ടാബ് ആകുമ്പോൾ ടാസ്ക് ബാർ മസ്റ്റ് ആണ്, അതും കൊടുത്തിട്ടുണ്ട്. ഓരോ ആപ്പും ഈ താഴെ കാണുന്ന ടാസ്ക് ബാറിൽ നിന്ന് നമുക്ക് എടുത്തിടാവുന്നതാണ്. ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഇഷ്ടമുള്ള അത്രയും ഒരു 5-8 ആപ്പുകൾ പിൻ ചെയ്ത് വെക്കാം. റൈറ്റ് സൈഡിൽ നമ്മൾ റീസെൻ്റ് ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് ആപ്പുകളും നമുക്ക് കാണാൻ സാധിക്കും. അത് അഡാപ്റ്റീവ് ആണ്. ഇനി നമ്മളൊരു വീഡിയോ കാണുന്നതിനിടയ്ക്ക് നമുക്ക് ചാറ്റ് ചെയ്യണം, അല്ലെങ്കിൽ വാട്സപ്പിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് താഴെ കിട്ടാൽ മതി. വീഡിയോ കാണുന്നതിന് ഒരു തടസ്സവുമില്ല. റൈറ്റ് സൈഡിൽ നമുക്ക് താഴെയായിട്ട്, റൈറ്റ് സൈഡിലെന്നല്ല, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഇടാം, അങ്ങനെ ഇട്ടുകൊണ്ട് ചാറ്റ് ചെയ്യാം. അല്ലെങ്കിൽ മൾട്ടി ടാസ്കിംഗ് വിൻഡോ പോലെ നമുക്ക് സ്പ്ലിറ്റ് സ്ക്രീനിലും ചെയ്യാം. സോ ഇതെല്ലാം ഒരേ സമയം ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ ഒപ്പം തന്നെ വീഡിയോ കോൾ, വീഡിയോ കോൺഫറൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഇവൻ നൈസായിട്ട് വർക്ക് ചെയ്യും. അതായത് ഈ രീതിയിൽ ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ കോൾ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് മുകളിൽ വീഡിയോ കോൾ വരും. ഇനി ഇതിനുമൊക്കെ പുറമെ അഡ്വാൻസ് ആക്കിക്കൊണ്ട് എസ് പെന്നിൻ്റെ സപ്പോർട്ടും ഇതിനകത്ത് വരുന്നുണ്ട്. നമുക്കിതാ ഈ കാണുന്ന പോലെ പെൻ ഉപയോഗിച്ചുകൊണ്ട് നൈസായിട്ട് ഇതിൽ നോട്ടുകൾ എടുക്കാനും ഈ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും പെന്ന് കൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടും സാധിക്കും. പെൻ ഇതിൽ ഇൻബിൽറ്റ് ആയിട്ടല്ല വരുന്നത്, നമ്മുടെ S23 അൾട്ര പോലെയല്ല. അതിനൊരു എസ് പെൻ കേസ് വാങ്ങിച്ച് ആ കേസിൽ ഇത് അപ്ലൈ ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ആ കേസിൽ കാണും ഈ പെൻ വെക്കാനുള്ള ഓപ്ഷൻ. എല്ലാ കേസിലും ഇല്ല. എസ് പെൻ സപ്പോർട്ട് ചെയ്യുന്ന കേസ് നോക്കി വാങ്ങിക്കാൻ മറക്കരുത്. ഇതിനുമപ്പുറം പ്രോ ലെവലിലേക്ക് ഇത് മാറുന്നുണ്ട്. നിങ്ങളൊരു വീഡിയോ പർപ്പസ്, വ്ളോഗിംഗ് പർപ്പസ്, ഈ എന്ത് തരം ആവശ്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കുകയാണെങ്കിലും അതിനകത്തും ഇതിൽ പ്രോ ലെവലുള്ള കാര്യങ്ങളുണ്ട്. അതായത് ഇതൊരു പ്രോ ഗ്രേഡ് ക്യാമറ സെറ്റപ്പാണ്. മെയിൻ ക്യാമറ ഓൺ ചെയ്തിട്ട് ഇങ്ങനെ ഈ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിൻ്റെ കവർ സ്ക്രീൻ എനേബിൾ ചെയ്താൽ ഈ രീതിയിൽ കണ്ടുകൊണ്ട് കവർ സ്ക്രീനിൽ വലുതായിട്ട് കണ്ടുകൊണ്ട് തന്നെ മെയിൻ ക്യാമറ കൊണ്ടോ മെയിൻ വൈഡ് ആംഗിൾ ക്യാമറ കൊണ്ടോ ഒക്കെ നമുക്ക് ഈസി ആയിട്ട് വീഡിയോസ് എടുക്കാൻ വേണ്ടി സാധിക്കും. അതിൻ്റെ ക്വാളിറ്റി ഞാൻ കാണിച്ചു തരാം. സോ ഈ കാണുന്ന തരത്തിൽ വൈഡ് ആംഗിളിലും മെയിൻ ക്യാമറയിലൊക്കെ ഹൈ ക്വാളിറ്റിയിൽ 4K വീഡിയോസ് നമുക്ക് ഇതിനകത്ത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ മാത്രമല്ല ഇതിൻ്റെ ക്യാമറയൊക്കെ ഏത് ലെവലിൽ ഏത് ലൈറ്റിംഗ് സിറ്റുവേഷനിലും, അത് നൈറ്റ് ആയിക്കോട്ടെ ഡേ ആയിക്കോട്ടെ, എല്ലായിടത്തും കിഡിലിൻ ഫോട്ടോസ് എടുക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാം കുറേയധികം സാമ്പിളുകൾ. അടിപൊളി ഫോട്ടോ ക്വാളിറ്റിയും ഏത് ഇൻഡോർ ലൈറ്റിംഗ് കണ്ടീഷനിലടക്കം നല്ല വീഡിയോ ക്വാളിറ്റി നമുക്ക് തരുന്നുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി എക്സ്ട്രാ ഉണ്ട്. ഫ്ലെക്സ് മോഡിൽ വെച്ചുകൊണ്ട് നമുക്ക് സെൽഫി ക്യാമറ ഉപയോഗിച്ച് ഇവിടെ ഇപ്പോൾ ഇങ്ങനെ താഴെ വെച്ചുകൊണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ക്യാമറ താഴെ വെച്ചിരിക്കുന്നു, നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ഇതുപോലെ വീഡിയോ എടുക്കാൻ സാധിക്കും. ഇതിൻ്റെ കവർ സ്ക്രീനിലെ ആ സെൽഫി ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഈസി ആയിട്ട് വീഡിയോ എടുക്കാം. സോ അപ്പോൾ അങ്ങനെ ക്യാമറയുടെ ലെവലിലും ഒട്ടനവധി ഫീച്ചേഴ്സാണ് ഈ ഫ്ലെക്സ് മോഡ് അടക്കമുള്ള ഈ ഫോൾഡ് ഫോണിൽ അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ക്യാമറയ്ക്ക് OIS, VDIS പോലുള്ള സംവിധാനങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പക്ക സ്റ്റേബിളായ വീഡിയോസാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇതിനകത്ത് വേൾഡ് ഫസ്റ്റ് അണ്ടർ ഡിസ്പ്ലേ ക്യാമറ ഒരു ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നമുക്ക് കാണാൻ പറ്റില്ല, സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ആ രീതിയിലൊരു അണ്ടർ ഡിസ്പ്ലേ ഹിഡൻ ക്യാമറ കൂടി കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വീഡിയോ കോൾ പോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആണ്. പിന്നെ ഈ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലൊക്കെ ഇത്രയധികം ക്വാളിറ്റി കിട്ടാൻ കാരണം ഇതിനകത്ത് ഇവരുടെ AI സ്റ്റീരിയോ ഡെപ്ത് മാപ്പ് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഗുണം കൊണ്ടാണ് ഇത്രയും ക്വാളിറ്റിയുള്ള ഈവൻ നല്ല നൈറ്റ് വീഡിയോ അടക്കം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പെർഫോമൻസ്, കിടിലം പെർഫോമൻസ് വേണ്ടേ? ഈ പറഞ്ഞ എല്ലാ ഫീച്ചറും അടിപൊളിയായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ Snapdragon Gen2 തന്നെ കൊടുത്തിട്ടുണ്ട്. Android 13 ബേസ്ഡ് One UI 5.1 ആണ് വരുന്നത്. 4 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 5 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും കൊടുക്കുന്നുണ്ട്. സോ ഒരു പ്രശ്നവുമില്ല. സാംസങ്ങിൻ്റെ One UI വെൽ ഒപ്റ്റിമൈസ്ഡ് UI ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം യാതൊരു ലാഗും കാര്യങ്ങളുമില്ല. ഗെയിമിംഗ് അടക്കം ഹൈ ലെവലിൽ നമുക്ക് കളിക്കാൻ സാധിക്കും. ഒരു ലാഗും ഇല്ലാത്ത കിടിലൻ ഗെയിമിംഗ് പെർഫോമൻസും. ഈ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും അതുകൊണ്ട് തന്നെ വളരെ സ്മൂത്തായിട്ട് ഈ ഒരു ഫോണിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ മുൻപത്തെ ജനറേഷനെ അപേക്ഷിച്ച് 38% ലാർജർ വേപ്പർ ചേമ്പർ കൂളിംഗ് സിസ്റ്റം ഒക്കെ കൊടുത്തിട്ടുണ്ട്. സോ ഹീറ്റിംഗ് ഇഷ്യൂ ഇല്ലാതെ അടിപൊളിയായിട്ട് നമുക്ക് ഏത് തരം പെർഫോമൻസും ഇതിനകത്ത് നൈസായിട്ട് കിട്ടും. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇത്രയധികം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നല്ലൊരു ബാറ്ററി ലൈഫ് വേണ്ടതെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ബാറ്ററി ലൈഫ് ഉണ്ട്. ഒരു ദിവസം ഒരു ഡീസൻ്റായ യൂസേജിൽ എനിക്ക് ഒരു ദിവസം സുഖമായിട്ട് കിട്ടുന്നുണ്ട്. 4400 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. ചാർജിങ് 25 വാട്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത്. വയർലെസ് ചാർജിങ്, റിവേഴ്സ് വയർലെസ് ചാർജിങ് എല്ലാം ഉണ്ട്. പക്ഷേ 25 വാട്ട് എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടി ഒന്ന് കൂടുതൽ കൊടുക്കാമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ നെറ്റ്വർക്ക് കാര്യങ്ങളിലൊന്നും വേറെ പ്രശ്നങ്ങളില്ല. 5G കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ 5G ബാൻഡിനെ സപ്പോർട്ട് ചെയ്യുന്ന നല്ല നെറ്റ്വർക്ക് റിസപ്ഷനൊക്കെ ഉള്ള ഫോൺ തന്നെയാണ്. ബ്ലൂടൂത്ത് 5.3, Wi-Fi 6E, 2 നാനോ സിം ഇടാം, ഒരു സിം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സാംസങ്ങിൻ്റെ നോക്സ് സംവിധാനങ്ങളുടെ സെക്യൂരിറ്റി ഉണ്ട്, നോക്സ് വോൾട്ട് ഉണ്ട്. അങ്ങനെ ഒട്ടനവധി ഫീച്ചേഴ്സും കാര്യങ്ങളും ഉൾപ്പെടുന്ന ഒരു ഫോൾഡ് ഫോണാണ്. സോ എങ്ങനെയുണ്ട് ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. ഇത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എന്തായാലും ഇതിൻ്റെ 1-2 കാര്യങ്ങൾ കൂടി, നിങ്ങൾ ഇത്തരം ഫോണുകൾ എടുക്കുകയാണെങ്കിൽ കേസ് അവരെനിക്ക് 2 കേസുകൾ അയച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഒന്ന് നോർമലായ ലെതർ കേസാണ് എനിക്ക് അയച്ചു തന്നിരിക്കുന്നത്. പിന്നെ ഒരു ട്രാൻസ്പെറൻറ്റ് കേസ് വിത്ത് സ്റ്റാൻഡ്. അതായത് ആ ട്രാൻസ്പെറൻറ്റ് കേസ് ഇട്ട് കഴിഞ്ഞാൽ ഈ രീതിയിൽ സ്റ്റാൻഡിൽ വെച്ചിരിക്കുന്ന പോലെയൊക്കെ വെച്ച് ഉപയോഗിക്കണമെങ്കിൽ നമുക്കതിന് സാധിക്കും. ഇഷ്ടംപോലെ മോഡൽ കേസുകൾ ഇവർ ഇറക്കിയിട്ടുണ്ട്. പിന്നെ ഒരു നല്ല കാര്യം ഈ ഫോണിൽ പറയാനുള്ളത്, എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളത് പ്രകൃതി സ്നേഹം, സസ്റ്റൈനബിലിറ്റി.
ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്ന പല പാർട്ടുകളും റീസൈക്കിൾഡ് മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അതായത് റീസൈക്കിൾഡ് അലുമിനിയം, റീസൈക്കിൾഡ് പ്ലാസ്റ്റിക്, വാട്ടർ ബാലൻസിൻ്റെ റീസൈക്കിൾഡ് മെറ്റീരിയൽസ്, ഫിഷിംഗ് നെറ്റ്സിൻ്റെ റീസൈക്കിൾഡ് മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിൻ്റെ പല ഭാഗങ്ങളും നിർമ്മിച്ചിരിക്കുന്നത്. എന്തിന് കേസ്, ഇതിൻ്റെ ബോക്സ് ഉണ്ടല്ലോ, ആ ബോക്സ് കംപ്ലീറ്റ് റീസൈക്കിൾഡ് മെറ്റീരിയൽ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. സോ പ്രകൃതി സ്നേഹത്തിൻ്റെ കാര്യത്തിൽ ഇവർ വളരെ ഡീസൻറ്റ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ചാർജർ എടുത്ത് കളഞ്ഞതും ഈ പേരും പറഞ്ഞാണുള്ളത് നമ്മൾ ഓർക്കേണ്ടതാണ്. ഈ ഒരു ഫോൺ വരുന്നത് 3 കളറിലാണ്, ഐസ് ബ്ലൂ, ഫാൻറ്റം ബ്ലാക്ക്, ക്രീം. പക്ഷേ സാംസങ്ങിൻ്റെ സൈറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് 2 കളർ കൂടി എക്സ്ട്രാ കാണാം, എക്സ്ക്ലൂസീവ് കളർ ഗ്രേ ബ്ലൂ. സോ നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ അത് കറക്റ്റായിട്ട് നോക്കി ചൂസ് ചെയ്യാം. ഇനി ഈ ഫോൺ വരുന്നത് 3 വേരിയൻ്റ് ആണ്. 12 GB റാം 1 TB സ്റ്റോറേജ്, 12 GB റാം 512 GB സ്റ്റോറേജ്, 12 GB റാം 256 GB സ്റ്റോറേജ്. വില 1,64,000 രൂപയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇച്ചിരി കൂടുതലാണെന്ന് എനിക്കറിയാം. ബാങ്ക് ഓഫറൊക്കെ ഉണ്ട്. HDFC കാർഡിൽ 8,000 രൂപയുടെ ഓഫർ ഉണ്ട്. അതേപോലെ അപ്ഗ്രേഡ് ബോണസ് 5,000 രൂപ വരുന്നുണ്ട്. സ്റ്റോറേജ് അപ്ഗ്രേഡ് ബോണസ് 10,000 വരുന്നുണ്ട്. ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നോക്കുകയാണെങ്കിൽ 1,40,000 രൂപയാണ് നമുക്ക് ചിലവാകാൻ പോകുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത്. സോ എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത്? പ്രീ ഓർഡർ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. 26-ാം തീയതി തൊട്ട് 11-ാം തീയതിയാണ് സെയിൽ ആരംഭിക്കാൻ പോകുന്നത്. മൊത്തത്തിൽ ഫോൾഡ് 5 എന്ന ഫോണിൻ്റെ കാര്യങ്ങൾ, ഇതിൻ്റെ ഫീച്ചേഴ്സ് ഈ പറഞ്ഞ രീതിയിലാണ്. ഒപ്പം തന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാനിവിടെ കവർ ചെയ്യുകയും ചെയ്തു. സംഗതി എങ്ങനെയുണ്ട് നിങ്ങളാണ് പറയേണ്ടത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.